ജനവികാരത്തെയും ഭരണകൂടത്തിന് അവർ നൽകുന്ന പിന്തുണയെയും വിലയിരുത്തുന്നതിൽ തനിക്ക് വലിയ രീതിയിൽ പാളിച്ചകൾ പറ്റിയെന്ന് ട്രംപ് ആദ്യമായി പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ്. ഉപരോധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും കാരണം ഇറാനിലെ ജനങ്ങൾ ഭരണകൂടത്തിന് എതിരാണെന്നായിരുന്നു വാഷിംഗ്ടണിന്റെ പൊതുവായ വിലയിരുത്തൽ. എന്നാൽ ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കാളികളാകാൻ ടെഹ്റാനിലെ തെരുവുകളിലേക്ക് ജനസാഗരം ഒഴുകിയെത്തിയ കാഴ്ച തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞുവെന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയത്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ജനവികാരം പ്രവചിക്കുന്നതിൽ സംഭവിച്ച വൻ പരാജയമാണ് ട്രംപിന്റെ ഈ വാക്കുകളിലൂടെ പുറത്തുവരുന്നത്. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവ ഭരണകൂടത്തിന്റെ അടിത്തറ എത്രത്തോളം ശക്തമാണെന്ന് ബോധ്യപ്പെടാൻ ഈ ജനക്കൂട്ടം കാരണമായെന്ന് ട്രംപ് പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ നേതാവിനോടുള്ള ആദരസൂചകമായി തെരുവിലിറങ്ങിയത് പാശ്ചാത്യ രാജ്യങ്ങൾ നിർമ്മിച്ചെടുത്ത പല നരേറ്റീവുകളെയും ഒറ്റയടിക്ക് തകർക്കുന്നതായിരുന്നു. ട്രംപിന്റെ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും ഞെട്ടിക്കുന്നതും അപകടകരവുമായ ഭാഗം ഇറാൻ നേതൃത്വത്തെ ഒന്നിച്ചില്ലാതാക്കാൻ അമേരിക്ക തയ്യാറാക്കിയ പദ്ധതികളെ കുറിച്ചാണ്. ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ഇറാന്റെ പുതിയ പ്രസിഡന്റ്, സൈനിക മേധാവികൾ, വിപ്ലവ ഗാർഡ് കമാൻഡർമാർ തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാം ഒരേ വേദിയിൽ ഒത്തുകൂടിയിരുന്നു. ഈ അവസരം മുതലെടുത്ത് ഇറാന്റെ സമ്പൂർണ്ണ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ ഒറ്റയടിക്ക് തുടച്ചു നീക്കാൻ US സൈന്യത്തിന് സാധിക്കുമായിരുന്നുവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഈ ആക്രമണം നടത്തുന്നതിനായി അമേരിക്കൻ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും മിസൈലുകളും സർവ്വസജ്ജമായി നിലയുറപ്പിച്ചിരുന്നുവെന്ന സൂചനയാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നിട്ടും അമേരിക്ക എന്തുകൊണ്ട് ആക്രമണത്തിന് മുതിർന്നില്ല എന്ന ചോദ്യവും ട്രംപ് വ്യക്തമായി ഉത്തരം നൽകുന്നുണ്ട്. ഇറാന്റെ മുഴുവൻ നേതൃത്വത്തെയും വധിച്ചാൽ പിന്നീട് വാഷിംഗ്ടണിന് ചർച്ചകൾ നടത്താൻ ടെഹ്റാനിൽ ആരും അവശേഷിക്കില്ലായിരുന്നുവെന്നാണ് ട്രംപ് പറയുന്നത്. തന്ത്രപരമായ ഈ പിൻവാങ്ങൽ ഒരു വലിയ യുദ്ധം ഒഴിവാക്കാനായിരുന്നില്ല, മറിച്ച് ഭാവിയിൽ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത നിലനിർത്താനായിരുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ശത്രുവിനെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിനേക്കാൾ അവരെ സമ്മർദ്ദത്തിലാക്കി തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരുന്നതാണ് അമേരിക്കൻ താൽപര്യങ്ങൾക്ക് നല്ലതെന്ന തിരിച്ചറിവാണ് അവസാന നിമിഷം ട്രംപിനെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. പാശ്ചാത്യ മാധ്യമങ്ങൾ പലപ്പോഴും ഇറാന്റെ പരമോന്നത നേതാവിനെ ഒരു ഏകാധിപതിയായി ചിത്രീകരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദശലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ഇത്രയധികം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഇതിന്റെ പ്രധാന കാരണം ഇറാനിയൻ ജനതയുടെ തീവ്രമായ ദേശീയബോധവും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുമാണ്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും മുൻപിൽ തല കുനിക്കാത്ത ഇറാന്റെ പരമാധികാരത്തിന്റെ പ്രതീകമായാണ് ജനങ്ങൾ ഖമേനിയെ കണ്ടിരുന്നത്. ഷാ ഭരണകൂടത്തിന്റെ പതനത്തിന് ശേഷം ഇറാനെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി നിലനിർത്തുന്നതിൽ ആയത്തുള്ള വഹിച്ച പങ്ക് വളരെ വലുതാണ്. മതപരമായ വിശ്വാസങ്ങൾക്കപ്പുറം വിദേശ ശക്തികളുടെ ഇടപെടലുകളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു കാവലാളായിട്ടാണ് വലിയൊരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. മാത്രമല്ല, മേഖലയിലെ ഷിയ സമുദായങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ലെബനൻ, സിറിയ, ഇറാഖ്, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്ക് ആത്മീയവും രാഷ്ട്രീയവുമായ നേതൃത്വം നൽകിയത് ഖമേനിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം കേവലം ഇറാന്റെ മാത്രം നഷ്ടമല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ വലിയൊരു ജനവിഭാഗത്തിന്റെ കൂടെ നഷ്ടമായിരുന്നു. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമ പ്രവർത്തകനുമായ റിഫാത്ത് ജാവേദിന്റെ വിശകലന പ്രകാരം ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ വരാനിരിക്കുന്ന വലിയ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചനയാണ്. ട്രംപ് എപ്പോഴും ഒരു ബിസിനസ്മാൻ ശൈലിയിലാണ് വിദേശ നയം കൈകാര്യം ചെയ്യുന്നത്. റിഫാത്ത് ജാവേദ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന വശം ഈ തുറന്നു പറച്ചിൽ ഇറാൻ ഭരണകൂടത്തിന് കൂടുതൽ ആഭ്യന്തര കരുത്ത് നൽകുമെന്നതാണ്. അമേരിക്ക തങ്ങളെ എത്രത്തോളം ഭയപ്പെടുന്നുണ്ടെന്നും തങ്ങളുടെ ജനപിന്തുണ കണ്ട് ട്രംപ് ഞെട്ടിയിരിക്കുകയാണെന്നും ഇറാൻ അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കും. അതേസമയം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണ് ട്രംപ് ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒരു പരമാധികാര രാജ്യത്തിന്റെ വിലാപയാത്രക്കിടയിൽ അവിടുത്തെ മുഴുവൻ നേതാക്കളെയും കൊന്നൊടുക്കാൻ പദ്ധതിയിട്ടു എന്ന് പറയുന്നത് ആഗോളതലത്തിൽ അമേരിക്കയുടെ വിശ്വസനീയതയ്ക്ക് കോട്ടം വരുത്തുന്നതാണെന്ന് ജാവേദ് നിരീക്ഷിക്കുന്നുണ്ട്. ഖമേനിയുടെ വിയോഗത്തിന് ശേഷം പുതിയൊരു ഇറാൻ നേതൃത്വം അധികാരമേൽക്കുന്ന ഈ നിർണായക സന്ധിയിൽ ട്രംപിന്റെ വെളിപ്പെടുത്തൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരോക്ഷ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കും. അമേരിക്കയുടെ പക്കൽ തങ്ങളെ നശിപ്പിക്കാനുള്ള കൃത്യമായ പ്ലാനുകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ സാങ്കേതിക വിദ്യകളും കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കും. റഷ്യ, ചൈന തുടങ്ങിയ ആഗോള ശക്തികളുമായി ഇറാൻ കൂടുതൽ അടുത്തേക്കാം എന്നതാണ് മറ്റൊരു സാധ്യത. അമേരിക്കയുടെ ഏതു തരം അപ്രതീക്ഷിത നീക്കങ്ങളെയും ചെറുക്കാൻ ഒരു ശക്തമായ സഖ്യം ഇറാൻ ആവശ്യമാണ്.
എന്നിരുന്നാലും ചർച്ചകൾക്ക് ഒരാൾ വേണമെന്ന ട്രംപിന്റെ പ്രസ്താവനയിൽ ഒരു നയതന്ത്രപരമായ വാതിൽ ഇപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട്. ഉപരോധങ്ങൾ നീക്കുന്നതിനും ആണവ കരാറുകളിൽ പുനർവിചിന്തനം നടത്തുന്നതിനും അമേരിക്ക ഇപ്പോഴും തയ്യാറാണെന്നൊരു സൂചനയും ഇതിലുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ തകർപ്പൻ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ കനൽ ഇപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇറാന്റെ ജനപിന്തുണയെക്കുറിച്ചുള്ള ട്രംപിന്റെ ബോധ്യവും അതേസമയം അവരെ സൈനികമായി തകർക്കാനുള്ള അമേരിക്കയുടെ ശേഷിയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. റിഫാത്ത് ജാവേദ് വിലയിരുത്തുന്നത് പോലെ ഈ നാടകീയ സംഭവവികാസങ്ങൾ കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങുന്നതല്ല. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര നീക്കങ്ങൾക്കും സൈനിക പുനർവിന്യാസങ്ങൾക്കും ഇത് കാരണമാകുമെന്നുറപ്പാണ്.